വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗീതയിലെ ശ്ലോകമാണ് കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന്. നീ കർമ്മം ചെയ്താൽ മതി, ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ, അങ്ങനെ സമൂഹത്തിൽ ഇതിന്റെ അർത്ഥം പടർന്നിരിക്കുന്നത്. എന്നാൽ കുറെ കൂടി വ്യാപ്തിയുള്ള മനോഹരമായിട്ടുള്ള ആഴമുള്ള ഒരർത്ഥമാണ് കൃഷ്ണൻ ഗീതയിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ കൃഷ്ണൻ ഉദ്ദേശിച്ചിട്ടുള്ള തത്വം ഇവിടെ ഇരുട്ടിലാണ്ടു പോയിരിക്കുകയാണ്. ശരിക്കും അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ മുൻ ശ്ലോകങ്ങളിലെ ആ താല്പര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അർജുനനോട് കൃഷ്ണൻ പറയുന്നത് കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തതിന് ശേഷം കർമ്മയോഗത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു, ആത്മജ്ഞാനം, ജ്ഞാനയോഗം, ജ്ഞാനനിഷ്ഠയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അർജുനന് പറ്റിയത് ഏതാണ് എന്ന് കൃഷ്ണൻ പറയുകയാണ്. കർമ്മണ്യേവ അധികാരസ്ഥെ, നീ തിരഞ്ഞെടുക്കേണ്ടത് കർമ്മത്തെയാണ്. കാരണം ആത്മജ്ഞാനത്തിന് ഉള്ള പാകത, പക്വത, ചിത്തത്തിന്റെ ശുദ്ധി, നൈർമല്യം അതായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ നീ തിരഞ്ഞെടുക്കേണ്ടത് കർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് കർമ്മണ്യേവ അധികാരസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മത്തിലാണ് നിനക്ക് അധികാരം, ജ്ഞാനത്തിൽ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിന്റെ കാര്യം പലപ്പോഴും ആരും പറയാറില്ല. എന്നാൽ ഇതുകൂടി ചേർത്ത് വെച്ചാലേ ഈ അർത്ഥം പൂർത്തിയാവുകയുള്ളൂ. അതിന്റെ ഒപ്പം തന്നെ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കുക. കർമ്മം എപ്പോഴും എല്ലാവരെയും ബന്ധിക്കുന്നതാണ്, ബന്ധനത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് ആ ബന്ധനത്തെ ഒഴിവാക്കാനായിട്ട് കർമ്മം ചെയ്യുമ്പോൾ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക, കാമനയില്ലാതെ, ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. അതാണ് മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുക. അതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് യോഗസ്ഥ കുരു കർമാണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ജയത്തെയും പരാജയത്തെയും സമമായി കണ്ട് കർമ്മം ചെയ്യുക. ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അത് ഈശ്വര സേവയായിട്ട് കണ്ട് ചെയ്യുക. അതാണ് യോഗസ്ഥ കുരു കർമാണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും പറഞ്ഞുകൊണ്ട് അതിന്റെ ജ്ഞാനയോഗത്തിന്റെ പ്രാധാന്യത്തെ പറയുന്നു. ആ ജ്ഞാനയോഗത്തിലേക്ക് എത്താൻ കർമ്മയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടി ചെയ്യുന്ന കർമ്മം ആണ് കർമ്മയോഗം. അത് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു. ചിത്തശുദ്ധി വഴി ആത്മജ്ഞാനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എങ്ങനെ ഈ കാര്യങ്ങളാണ് കൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ ആന്തരാർത്ഥത്തെ കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.